2026 മോഡൽ KTMൻ്റെ 350cc എഞ്ചിനുള്ള അഡ്വഞ്ചർ ബൈക്കാണ്. നമുക്കിതിനകത്ത് ക്രൂസ് കൺട്രോൾ സെറ്റപ്പ് കണ്ടോ. ഈ ഒരു ബട്ടണിൽ ഞെക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു മഞ്ഞ ക്രൂസ് കൺട്രോളിൻ്റെ സിമ്പിൾ ഓണാകും. ഞാനിപ്പോൾ ജസ്റ്റ് ഈ കാണുന്ന ബട്ടണിലോട്ട് പ്ലസ് ആൻഡ് മൈനസ് കൊടുത്തു കഴിഞ്ഞാൽ ലോങ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 80-85 ഇപ്പോൾ കാണുന്ന ആ ഒരു സ്പീഡിൽ പോയിക്കോട്ടേയിരിക്കും. കണ്ടില്ലേ, പോളി ടെക്നോളജികൾ. KTM ആണ് സത്യം പറഞ്ഞാൽ ഇലക്ട്രോണിക് വോയിസ് ഇതുപോലുള്ള സംഭവങ്ങൾ ഇന്ത്യയിൽ നമ്മളെപ്പോലുള്ള സാധാരണക്കാർക്ക് പരിചയപ്പെടുത്തി തന്നെ പോളി. പിന്നെ KTM എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഈ KTM ആദ്യമായിട്ട് ഇന്ത്യയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത സമയത്ത് ടെക്നിക്കലി വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കായിട്ടാണ്, അതുപോലെ പെർഫോമൻസിൻ്റെ കാര്യത്തിലും വളരെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ബൈക്കായിട്ടാണ് സെറ്റപ്പ് ചെയ്ത് ഇറക്കിയത്. സോ ലോഡഡ് ഇലക്ട്രോണിക് ഫീച്ചേഴ്സ് ഉള്ള ഒരു ബൈക്കാണ് KTM ബൈക്കുകൾ. അതുകൊണ്ട് തന്നെ നമുക്ക് സേഫ്റ്റി സൈഡ് നമുക്കത് പ്രോപ്പറായിട്ട് യൂട്ടിലൈസ് ചെയ്യാൻ അറിയാവുന്നവർക്കാണെങ്കിൽ ഒരുപാട് മികച്ച സേഫ്റ്റി തരുന്ന ഒരു ബൈക്കും കൂടിയാണ് ഈ ഒരു അഡ്വഞ്ചർ 390 എന്ന് പറയുന്നത്. എല്ലാവർക്കും 2026 KTM അഡ്വഞ്ചർ 390യുടെ ഒരു ക്വിക്ക് ടെസ്റ്റ് റൈഡ് റിവ്യൂയിലേക്ക് സ്വാഗതം. ഇനി നമുക്കിൻ്റെ എർഗണോമിക്സിൻ്റെ കാര്യം പറയാം. അത് ഞാനൊന്ന് ഇരുന്ന് കാണിക്കാം. സീറ്റ് ഹൈറ്റ് 830 mm ആണ്. പക്ഷേ എനിക്ക് പ്ലാന്റഡ് ഫുട്ടാണ് അത്യാവശ്യം. എൻ്റെ ഹൈറ്റ് എന്ന് പറയുന്നത് 5.9 ആണ്. ഹൈറ്റ് കുറഞ്ഞവർക്കും ഒരുവിധം കംഫർട്ടബിൾ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ സീറ്റിൻ്റെ ഈ പോർഷൻ വരുന്നത് ഇവിടെ കുറച്ച് നാരോ ആണ്, റിയറാണ് കുറച്ച് വൈഡായിട്ട് കൊടുത്തിരിക്കുന്നത്. അതുകൊണ്ട് ഇവിടെ നാരോ ആയതുകൊണ്ട് കുറച്ച് ഹൈറ്റ് കുറഞ്ഞവർക്കും ഇത് വണ്ടി കംഫർട്ടബിൾ ആയിരിക്കും. ഒരു 5.5 വരെ ഉള്ളവർക്കൊക്കെ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഓടിക്കാൻ സാധിക്കുന്ന ഒരു ബൈക്ക് കൂടിയാണ്. നല്ല ഹാൻഡിൽ ബാർ എന്ന് പറയുന്നത് നല്ല വൈഡാണ്. അതുപോലെ ഒരു അത്യാവശ്യം അപ്രൈറ്റ് ആയിട്ടുള്ള സെമി അപ്രൈറ്റ് ആയിട്ടുള്ള ഒരു ഹാൻഡിൽ ബാർ പൊസിഷനാണ്. ഫുഡ് പാക്കിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പാഡിങ് വന്നിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ റിമൂവ് ചെയ്യാം. ഓഫ് റോഡിൽ പോകുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് നിന്നൊക്കെ ഓടിക്കുന്ന സമയത്ത് ഗ്രിപ്പ് കിട്ടാനായിട്ട്. അപ്പോൾ ഒരു സെമി റിയർ സെറ്റ് ആയിട്ടുള്ള ഫുഡ് പാക്കാണ്. പില്ലിയൻ്റെ ഫുഡ് പാക്ക് ഓക്കെ, തെറ്റില്ല. പക്ഷേ ഇതൊരു പില്ലിയൻ കംഫർട്ടബിൾ ആയിട്ടുള്ള ബൈക്ക് അല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ റിയർ സീറ്റ് വളരെ ചെറുതാണ്. സിംഗിൾ റൈഡാണ് ഞാൻ പ്രിഫർ ചെയ്യുന്നത്. കാരണം സീറ്റ് കുറച്ച് നാരോ ആണ്. വലിയ കുഷൻ റിയർ സീറ്റിൽ കൊടുത്തിട്ടില്ല. പില്ലിയൻ ഒരു ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിനൊക്കെ ഓക്കെയാണ്. നല്ല സ്ട്രോങ് ആയിട്ടുള്ള ഗ്രാബ് റെയിലുണ്ട് കേട്ടോ. നല്ല സ്ട്രോങ് ആണ്, നല്ല വലിപ്പമുണ്ട് ഹോൾഡ് ചെയ്യാനായിട്ടൊക്കെ. ഇപ്പോൾ ഇൻ കേസ് മറിഞ്ഞ് വീഴുകയാണെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്കത് ഈസി ആയിട്ട് ഉയർത്താനുള്ളൊരു കേപ്പബിലിറ്റി അതിന് നമുക്ക് നല്ല സ്ട്രെങ്ത്ത് ഫീൽ ചെയ്യുന്നുണ്ട് ഈ ഒരു പോർഷന്. പിന്നെ ഓവറോൾ ലുക്ക് ആൻഡ് വൈസ് എല്ലാം സിമിലറാണ്. എൻജിൻ വൈസ് മാത്രമാണ് ഇതിനകത്തുള്ള ചേഞ്ച് വന്നിരിക്കുന്നത്. ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവലും സസ്പെൻഷൻ ഫീഡ്ബാക്കും അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ്, വീൽ ബേസ് എല്ലാം സെയിം 390 അഡ്വഞ്ചറിൻ്റെ പാറ്റേണിൽ തന്നെയാണ്. യാതൊരുവിധ മാറ്റവും. പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് എൻജിൻ റൈഡ് ഫീൽഡിലാണ്. ഇതിൻ്റെ എൻജിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ നോക്കുകയാണെന്നുണ്ടെങ്കിൽ DOHC ലിക്വിഡ് കൂൾഡ് 349cc എൻജിനാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. 2026 വേർഷനിൽ 390 അഡ്വഞ്ചർ എന്ന് പറയുന്ന ഈ ഒരു ബൈക്കിനെ. ബാക്കി എല്ലാ വേരിയൻസിനും അഡ്വഞ്ചറിന് ശേഷം ഓരോ ലെറ്റേഴ്സ് കൊടുത്തിട്ടുണ്ട്, XRS. അപ്പോൾ ഇത് വെറും അഡ്വഞ്ചർ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. സോ അതിനർത്ഥം 350cc എന്നുള്ളതാണ്. അപ്പോൾ ഇതിൻ്റെ പവർ ഫിഗേഴ്സ് എന്ന് പറയുന്നത് 41.5 PS ആണ് മാക്സിമം പവർ. 33.5 Nm ടോർക്കാണ് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്ന ടോർക്ക് എന്ന് പറയുന്നത്. ഇനിഷ്യൽ ത്രോട്ടിൽ റെസ്പോൺസും ഇനിഷ്യൽ അഗ്രഷനും ഒക്കെ അടിപൊളിയാണ്. സ്ട്രീറ്റ് മോഡ്, അതുപോലെ റെയിൻ, ഓഫ് റോഡ്, അങ്ങനെ 3 റൈഡിങ് മോഡ്സാണ് കൊടുത്തിട്ടുള്ളത്. സ്ട്രീറ്റ് നല്ല പവർ ഫീൽ ചെയ്യുന്നുണ്ട്. റെയിൻ മോഡ് കുറച്ചുകൂടെ നമുക്ക് ആ ഒരു എന്താ പറയുക, സേഫ്റ്റി ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുള്ള സെറ്റപ്പിലാണ് അത് വർക്ക് ചെയ്യുന്നത്. അഗ്രഷൻ അത്രയ്ക്ക് ഫീൽ ചെയ്യത്തില്ല കമ്പയർ ടു നമ്മുടെ സ്ട്രീറ്റ് മോഡ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇതിൻ്റെ ബ്രേക്ക് ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് റെയിൻ മോഡിൽ കുറച്ചുകൂടെ സെൻസിറ്റീവ് ആയിരിക്കും. പ്രോഗ്രസീവ് ആയിട്ടുള്ളൊരു ബ്രേക്ക് ബൈറ്റ് ആയിരിക്കും റെയിൻ മോഡിൽ കിട്ടുന്നത്. സ്ട്രീറ്റ് മോഡിൽ അത്യാവശ്യം ഷാർപ്പായിട്ടുള്ള ബ്രേക്ക് ബൈറ്റ് കിട്ടുന്നുണ്ട്. കോൺഫിഡൻസ് നല്ല രീതിക്കുണ്ട്. നോസ് ഡൈവ് ഒരു നോർമൽ അഡ്വഞ്ചർ ബൈക്കിനെ അപേക്ഷിച്ചിട്ട് കുറച്ചും കൂടെ കുറവാണെന്നാണ് എനിക്ക് ഫീൽ ചെയ്തത്. കാരണം സസ്പെൻഷൻ കുറച്ച് ഹാർഡർ സെറ്റപ്പിലാണ് ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത്. ഇത് നോൺ അഡ്ജസ്റ്റബിൾ ആണ് ഫ്രണ്ടിലെ സസ്പെൻഷൻ. റിയറിലെന്ന് പറയുന്നത് റീലോഡ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റോക്ക് സെറ്റപ്പ് എന്ന് പറയുന്നത് റിയർ സസ്പെൻഷൻ കുറച്ചൊരു ഹാർഡർ സൈഡിലാണ്. പക്ഷേ ഫ്ലാറ്റ് റോഡിൽ നമ്മൾ ഹൈവേയിൽ പോകുന്ന സമയത്ത് സീറ്റിൻ്റെ ഒരു കുഷ്യൻ കുറച്ച് കംഫർട്ടബിളായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അത് സിംഗിൾ റൈഡിലാണ് ഞാൻ പറയുന്നത് കേട്ടോ. പില്ലിയന് എത്രത്തോളം കംഫർട്ട് എനിക്ക് ഉണ്ടെന്ന് പറയാൻ പറ്റില്ല. കാരണം ഒന്നത് ടെസ്റ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. പക്ഷേ ഇതിൻ്റെ ഒരു കുഷ്യൻ സെറ്റപ്പും വിഡ്ത്തും നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും. അത്രത്തോളം കംഫർട്ടബിൾ ആയിരിക്കില്ല ലോങ് റൈഡിന്. നമുക്ക് അഡീഷണൽ ഒരു പാഡിംഗ് ഒക്കെ ചെയ്യേണ്ടി വരും. ഷോർട്ട് ഡിസ്റ്റൻസ് ട്രാവലിന് പ്രശ്നമില്ല. പിന്നെ ഇതിൻ്റെ ടോട്ടൽ വെയിറ്റ് എന്ന് പറയുന്നത് 181 കിലോയാണ്. സോ നമുക്ക് ഹാൻഡിൽ ചെയ്യുന്ന സമയത്ത് ഒട്ടും അങ്ങനെ വെയിറ്റ് തോന്നുന്നില്ല. ഹൈവേയിലൊക്കെ ഓടിക്കുന്ന സമയത്തും സിറ്റിയിലാണെങ്കിലും ഫ്ലിക്കബിലിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് ഇതിൻ്റെ വീൽ സൈസ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നമുക്ക് നല്ല രീതിയിലുള്ള ഒരു തിന്നായിട്ടുള്ള ടയേഴ്സും കൂടെയാണ് കൊടുത്തിരിക്കുന്നത്.
സോ 100 സെക്ഷൻ ഫ്രണ്ടിൽ, റിയറിൽ 130 സെക്ഷനാണ്. അപ്പോളോയുടെ ടയേഴ്സാണ്. നമുക്ക് കുറച്ച് ഫ്ലിക്കബിലിറ്റി നല്ല രീതിയിൽ ഫീൽ ചെയ്യും, കാരണം തിന്നായിട്ടുള്ള ടയർ ആയതുകൊണ്ട്. അത്യാവശ്യം ഡീസൻ്റ് ആയിട്ടുള്ള ഗ്രിപ്പ് പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സെമി ഡ്യുവൽ പർപ്പസ് ടയറാണ് ഇതിനകത്ത് ഫ്രണ്ട് ആൻഡ് ബാക്ക് വന്നിരിക്കുന്നത്. ഫ്രണ്ടിൽ 19 ഇഞ്ച് അലോയ്സ് ആണ്, റിയറിൽ 17 ഇഞ്ചാണ്. സോ ഇതിൻ്റെ ഗ്രൗണ്ട് ക്ലിയറൻസ് നോക്കുകയാണെങ്കിൽ 230 mm ആണ്. നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആണ്. നമുക്കതുകൊണ്ട് തന്നെ ഹമ്പൊക്കെ ചാടുന്ന സമയത്ത് നമുക്കൊരു പ്രശ്നമില്ല, ഈസി ആയിട്ട് വണ്ടി മൂവ് ആവും, ഇഷ്യൂസൊന്നുമില്ല. അപ്പോൾ ഓഫ് റോഡിക്കൊക്കെ ചെയ്യാനായിട്ട് വളരെ ഈസി ആയിരിക്കും അങ്ങനെ നോക്കുമ്പോൾ. പിന്നെ ഇതിൻ്റെ സസ്പെൻഷൻ ട്രാവൽ ഫ്രണ്ടിൽ USD ആണ്. സോ ലോങ് ട്രാവലാണ്, 200 mm ആണ് ട്രാവൽ വരുന്നത്. റിയറിൽ 205 mm ആണ്. നല്ല ട്രാവലുള്ള സസ്പെൻഷനാണ്. കുറച്ചൊരു ഹാർഡർ സൈഡിലാണ് സ്റ്റോക്ക് സെറ്റപ്പ് വന്നിരിക്കുന്നത്. പിന്നെ ഇതിൽ വന്നിരിക്കുന്ന സെയിം 399cc വരുന്ന അതേ ഒരു മീറ്റർ കൺസോൾ ഡിസ്പ്ലേ ആണ്, TFT ആണ്. അതുപോലെ USB പോർട്ടും കാര്യങ്ങളൊക്കെ ലെഫ്റ്റ് സൈഡിൽ കാണാം. അപ്പോൾ അങ്ങനെ എല്ലാ ഫീച്ചേഴ്സും 390 പോലെ തന്നെ കൊടുത്തിട്ടുണ്ട്. അഡ്ജസ്റ്റബിൾ അല്ലാത്ത സസ്പെൻഷൻ ആണെന്ന് മാത്രമേ ഉള്ളൂ ഇതിനകത്ത് വ്യത്യാസം. പിന്നെ എൻജിൻ കപ്പാസിറ്റി 50cc അടുപ്പിച്ചിട്ട് കുറച്ചിട്ടുണ്ടെന്നുള്ളതുള്ളൂ. പക്ഷേ പെർഫോമൻസിനൊന്നും ഒരു പ്രശ്നമില്ല, അടിപൊളി പെർഫോമൻസ് തന്നെയാണ്. ഇതിൻ്റെ പ്രൈസ് എക്സ്-ഷോറൂം പ്രൈസ് 2.81 lakhs ആണ്. അതായത് 18% നമുക്ക് ടാക്സ് റിഡക്ഷൻ ഉണ്ടാകും. അത് 350cc വരുമ്പോൾ. അതുകൊണ്ട് തന്നെ കൂടുതൽ അഫോർഡബിളാണ്. എനിക്ക് തോന്നുന്നത് ഇത് കുറച്ചുകൂടെ വർത്താണ്. ഞാൻ നോക്കിയിട്ട് ആൾക്കാർക്ക്, സാധാരണപ്പെട്ടവർക്കും ആക്സസ് ചെയ്യാൻ പറ്റും. നല്ല പെർഫോമൻസും ഉണ്ട്. സോ വെൽ ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൈസ് ഫിഗറും പെർഫോമൻസും തന്നെയാണ് ഈ ഒരു വണ്ടിയിൽ നിന്ന് കിട്ടുന്നത്. പിന്നെ ബ്രേക്കിങ്ങിൻ്റെ കാര്യത്തിൽ ABS വന്നിട്ടുണ്ട്, സ്വിച്ചബിൾ ABS ആണ്. സോ നമുക്ക് ഫ്രണ്ടിലെ ഡിസ്ക് സൈസ് എന്ന് പറയുന്നത് 320 mm, റിയറിലെന്ന് പറയുന്നത് 240 mm ആണ്. പിന്നെ ഇതിനകത്ത് വന്നിരിക്കുന്ന ഫ്യൂൾ ടാങ്ക് കപ്പാസിറ്റി എന്ന് പറയുന്നത് 14.5 ലിറ്ററാണ്. 1/2 ലിറ്റർ കുറവാണ് കമ്പയർ ടു 399cc വെച്ചിട്ട് നോക്കുമ്പോൾ. മറ്റേതിൽ 15 ലിറ്ററാണ്. സോ 1/2 ലിറ്ററിൻ്റെ വ്യത്യാസമുണ്ട്. അപ്പോൾ നമുക്കിനി ഇതിൻ്റെ എക്സോസ്റ്റ് നോട്ടൊന്ന് കേട്ടതാണ്. അപ്പോൾ നമുക്കിതിൻ്റെ 0 to 100 ഒന്ന് ടെസ്റ്റ് ചെയ്യാം. വളരെ ക്വിക്കാണ്. വണ്ടിയുടെ പവറിൻ്റെ കാര്യത്തിൽ 399cc ഉള്ള അഡ്വഞ്ചർ ബൈക്കുമായിട്ട് വലിയ വ്യത്യാസം റൈഡിങ്ങിൻ്റെ ഫീലിൽ വരുന്നില്ല. നല്ല പെർഫോമൻസ് ഉണ്ട്. 349cc ആക്കിയത് കൊണ്ട് പവർ കുറഞ്ഞു പേപ്പർ, പക്ഷേ നമുക്ക് ആ ഒരു അഗ്രഷൻ ഇതിനകത്ത് ഫീൽ ചെയ്യുന്നുണ്ട്. 0 to 100 എന്ന് പറയുന്ന ആ ഒരു സ്പീഡ് ലിമിറ്റ് നമുക്ക് വളരെ ക്വിക്കായിട്ട് തന്നെ റീച്ച് ചെയ്യാൻ പറ്റുന്നുണ്ട്. ഒട്ടും കോംപ്രമൈസ് ചെയ്തിട്ടില്ല KTM. സോ നമുക്ക് എന്താ പറയുക, ഓവറായിട്ടുള്ള ഒരു പവർ ലോസ് ഒന്നും ഫീൽ ചെയ്യുന്നില്ല. നല്ല ഫീലുണ്ട്, ഫീഡ്ബാക്ക് ഉണ്ട്. ആക്സിലറേഷൻ അതുപോലെ ത്രോട്ടിൽ റെസ്പോൺസൊക്കെ കിടിലായിട്ട് ഫീൽ ചെയ്തു. പിന്നെ കുറച്ചുകൂടെ റിഫൈൻമെൻറ്റ് എനിക്ക് ഈ വണ്ടിയിൽ ഫീൽ ചെയ്യുന്നുണ്ട് കമ്പയർ ടു 399cc അഡ്വഞ്ചറുമായിട്ട്. പിന്നെ എൻജിൻ ഹീറ്റിൻ്റെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അത്യാവശ്യം ഹീറ്റുണ്ട്. അത് നമ്മുടെ ഡെഡ് ട്രാഫിക്കിലാണ്. ലോങ് റൈഡ് ചെയ്യുന്ന സമയത്ത് പ്രശ്നമില്ല. പക്ഷേ ഹൈവേയിൽ ഓടിക്കുന്ന സമയത്ത് നമ്മൾ ഫസ്റ്റ് ഗിയർ സെക്കൻഡ് ഗിയർ എന്ന് പറഞ്ഞ് മാറ്റി മാറ്റി നമ്മൾ സിറ്റിയിൽ ഡെഡ് ട്രാഫിക്കിൽ ഓടിക്കുന്ന സമയത്ത് തുടയുടെ താഴേക്ക് കുറച്ച് ചെറിയ ഹീറ്റ് അടിക്കുന്നുണ്ട്. അതൊരു നാച്ചുറലായിട്ടുള്ള സംഭവമാണ്. കാരണം ഒരു 350cc എൻജിൻ ഇത്രയും പെർഫോമൻസ് ഉള്ള ഒരു ബൈക്കിനെ വെച്ച് നോക്കുമ്പോൾ. പിന്നെ മൈലേജ് ഫിഗറിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ KTM 399 ആയിട്ട് വലിയ വ്യത്യാസം വരാൻ സാധ്യതയില്ല. എങ്കിലും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള മൈലേജ് ഇതിന് കിട്ടും എന്നാണ് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നത്. കാരണം ടോപ്പ് എൻഡ് പെർഫോമൻസ് ഒരു പക്ഷേ ഒരു എന്താ പറയുക 399 അത്രയും പെർഫോം ചെയ്യാൻ പറ്റിയില്ലെങ്കിലും ആ ഒരു സംഭവം നോക്കുമ്പം ഒരല്പം കൂടുതൽ ഈ വണ്ടിക്ക് കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ നമുക്കൊരു യൂഷ്വൽ മൈലേജ് എന്ന് പറയുന്നത് കിട്ടാൻ ചാൻസ് ഉള്ളത് 25 to 30 ഒരു 27-28 ഒക്കെ കോമൺ ആയിട്ട് കിട്ടുന്ന ഒരു മൈലേജാണ്. പിന്നെ ഒരു വളരെ മയത്തിലൊക്കെ ഓടിക്കുകയാണെങ്കിൽ നമുക്ക് 30 ഒക്കെ കിട്ടും. പക്ഷേ നമ്മളിതിൻ്റെ പെർഫോമൻസ് വെച്ചിട്ട് മയത്തിലൊന്നും ഓടിക്കാൻ പോകുന്നില്ല എന്നുള്ളത് മറ്റൊരു കാര്യമാണ്. ഇത് മൈലേജിന് നോക്കിയിട്ട് ഓടിക്കുന്ന ഒരു വണ്ടിയല്ല. കാരണം ഇതെടുക്കുന്നവരെന്തായാലും പെർഫോമൻസും ഇതിൻ്റെ ഒരു അഗ്രഷനൊക്കെ എക്സ്പ്ലോർ ചെയ്യാൻ വേണ്ടിയിട്ട് തന്നെ എടുക്കുന്ന വണ്ടിയായിരിക്കും. പിന്നെ ടൂറിങ് ചെയ്യണം എന്നൊക്കെ ഉള്ളവർക്കാണ് ഈ ഒരു വണ്ടി സ്യൂട്ടാവുന്നത്. ഫ്ലാറ്റ് റോഡിലുള്ള ഹൈവേസിലൊക്കെ ഇത് പക്കയായിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. നല്ലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഈവൻ ബ്രേക്ക് ബൈറ്റ് ആണെങ്കിലും അടിപൊളിയാണ്.
ഫീഡ്ബാക്കിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ നല്ല ബൈറ്റുണ്ട്, ABS ഒക്കെ നല്ല പ്രോപ്പറായിട്ട് തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ലെവൽ നല്ല രീതിക്ക് കിട്ടുന്നുണ്ട്. നല്ല ബൈറ്റുണ്ട് കേട്ടോ, പിടിച്ചോടത്ത് നിൽക്കുന്നുണ്ട്. ഒരു അഡ്വഞ്ചർ ബൈക്കിനെ കമ്പയർ ചെയ്യുമ്പം ബെറ്റർ ആയിട്ടുള്ള ഫീഡ്ബാക്കാണ്, നല്ല കോൺഫിഡൻസ് കിട്ടുന്നുണ്ട്. പിന്നെ ഈ വണ്ടിയിൽ ക്വിക്ക് ഷിഫ്റ്റർ പ്ലസ് ഒക്കെ ഉണ്ട്. അതുകൊണ്ട് നമുക്ക് അപ്പ് ആൻഡ് ഡൗൺ ടച്ച്ലെസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്ത് ഓടിക്കാൻ പറ്റും. നല്ല ഒരു വൈബ് കിട്ടുന്നുണ്ട്. കാരണം ഹൈവേയിൽ ഹൈ സ്പീഡിൽ പോകുന്ന സമയത്ത് ക്വിക്കായിട്ട് നമുക്ക് ടക്ക് 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 എന്ന് പറഞ്ഞിട്ട് ഇട്ടിട്ട് പോകാൻ പറ്റും. സോ നമുക്ക് ഹൈവേയിൽ ഫണ്ണാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. പിന്നെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ പ്രൈസാണ്. സോ 18% ടാക്സിനകത്ത് റിഡക്ഷൻ കിട്ടും. അപ്പോൾ അതുകൊണ്ട് തന്നെ എക്സ്ഷോറൂം കുറയുമ്പോൾ തന്നെ നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ നല്ല ഭീകരമായ മാറ്റം ഉണ്ടാവും. എക്സ്ഷോറൂമിൽ തന്നെ 399cc ഉള്ള ബൈക്കുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് 62,000 രൂപയുടെ കുറവുണ്ട്. അതൊരു വലിയൊരു ഹ്യൂജ് എമൗണ്ടാണ്. പിന്നെ ക്വിക്ക് ഷിഫ്റ്റർ വർക്ക് ചെയ്യുന്നത് കാണിച്ചു തരാം. ഇത് കണ്ടോ, ഞാൻ ക്ലച്ച് പിടിക്കുന്നില്ല, നല്ല സ്മൂത്തായിട്ടാണ് വീഴുന്നത്. പിന്നെ ഗിയർ ഷിഫ്റ്റിങ്ങിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ചെറിയൊരു കട്ടി ഫീൽ ചെയ്യുന്നുണ്ട്. പുതിയ ബൈക്ക് ആയതുകൊണ്ടാണോ എന്നറിയില്ല, സ്റ്റിൽ ഒരു ചെറിയ കട്ടിയുണ്ട്. പിന്നെ പ്രധാനമായിട്ട് എനിക്ക് ഫീൽ ചെയ്തൊരു കാര്യം, ന്യൂട്രലിലേക്ക് ആക്കാനായിട്ട് നല്ല രീതിയിൽ പ്രയാസമുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിലേക്ക് വീഴുന്നില്ല. ഫസ്റ്റ് ഇടുമ്പോൾ സെക്കൻഡിലോട്ട് പോകും. അപ്പോൾ അങ്ങനെ ഒരു പ്രശ്നം എനിക്ക് തോന്നി. കുറച്ചൊന്ന് നമ്മൾ മയത്തിൽ വളരെ കെയർഫുള്ളായിട്ട് ഇട്ടാൽ മാത്രമേ ഉള്ളൂ ന്യൂട്രലിലേക്ക് പ്രോപ്പറായിട്ട് വീഴുന്നുള്ളൂ. അതർവൈസ് ഗിയറിംഗ് റേഷ്യോ ഒക്കെ അടിപൊളിയായിട്ടുണ്ട്. വളരെ അക്യുറേറ്റ് ആയിട്ടുള്ള രീതിക്കാണ് ഇതിനെ സെറ്റപ്പ് ചെയ്തിരിക്കുന്നത്. പിന്നെ ക്ലച്ച് ഫീലൊക്കെ വളരെ ലൈറ്റാണ്. നമുക്ക് കൈക്കൊന്നും ഒരു പെയിനൊന്നുമില്ല. വണ്ടി വളരെ ഫണ്ണാണ് കേട്ടോ. നല്ല പെർഫോമൻസിനകത്ത് ഒട്ടും നമുക്ക് നിരാശ തോന്നത്തില്ല. വളരെ എന്താ പറയുക, വളരെ അഗ്രഷനുള്ള ഒരു എൻജിൻ തന്നെയാണ്. വണ്ടിയുടെ ഫ്ലിക്കബിലിറ്റി അടിപൊളിയാണ്. വിൻ പ്രൊട്ടക്ഷൻ സൂപ്പറായിട്ട് കിട്ടുന്നുണ്ട്. ഹൈവേയിൽ നമുക്ക് ഒരു 130+ പോയിട്ടും എനിക്ക് വിൻ ബ്ലാസ്റ്റ് ഫീൽ ചെയ്യുന്നില്ല. അതിൻ്റെ പ്രധാന കാരണം ഈ ഒരു പോർഷനിൽ ഹോളുണ്ട്. സോ നമുക്ക് വരുന്ന എയറിനെ മേലോട്ട് തന്നെ പറത്തിവിടും. പക്ഷേ ഇവിടുന്ന് ചെറിയൊരു ഇത് കൊടുത്തിരിക്കുന്നതുകൊണ്ട് നമുക്ക് ആ ഒരു വിൻ പ്രൊട്ടക്ഷനും കിട്ടുന്നുണ്ട്. പിന്നെ വേറൊരു അഡ്വഞ്ചർ ബൈക്കുകളുടെ ഒരു യൂസർ ഫ്രണ്ട്ലിനെസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ സിറ്റി റൈഡ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ചെറിയ റോഡുകളിലൂടെയൊക്കെ പതിയെ പോകുന്ന സമയത്ത് ഇരുന്ന് ഓടിക്കുകയാണെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ് കൺസോളും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പൊങ്ങി നിൽക്കുന്നതുകൊണ്ട് ഫ്രണ്ടിലെ വിഷൻ കുറച്ച് കുറവാണ്. കൂടുതലും ADV ബൈക്കുകൾ നമ്മൾ നിന്ന് ഓടിക്കാനും ഓഫ് റോഡിങ്ങിനും വേണ്ടിയിട്ടാണല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങനത്തെ ഒരു സെറ്റപ്പ് കൊടുത്തിരിക്കുന്നത്. സോ ഒരു നോർമൽ കസ്റ്റമർ എന്നുള്ള നിലയിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് തുടക്കത്തിൽ ഇതൊരു വിഷൻ ഒരല്പം ഇതാക്കുന്ന പോലെ തോന്നും. പക്ഷേ അത് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് പ്രശ്നം ഉണ്ടാകത്തില്ല. ജസ്റ്റ് ഞാനൊന്ന് സൂചിപ്പിച്ചെന്നേ ഉള്ളൂ. അതൊരു പോരായ്മയായിട്ട് പറയുന്നതല്ല. അഡ്വഞ്ചർ ബൈക്കുകൾ അങ്ങനെയാണ്. സോ ഒരു നോർമൽ കമ്മ്യൂട്ടർ ബൈക്കിൽ നിന്നൊക്കെ വരുന്നവർക്ക് അത് തുടക്കത്തിലൊരു കൺഫ്യൂഷൻ ഉണ്ടാക്കും. പക്ഷേ അത് യൂസ്ഡ് ആകുമ്പോൾ കുഴപ്പമുണ്ടാകത്തില്ല. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഒരു 150+ അല്ലെ 200cc ഒക്കെ ഓടിച്ച് പരിചയമുള്ളവർക്ക് നല്ലൊരു അപ്ഗ്രേഡാണ് ഈ ഒരു 350cc ബൈക്ക്. പിന്നെ ഹാർഡർ സസ്പെൻഷൻ ആയതുകൊണ്ട് നോർമൽ റോഡിലൂടെയൊക്കെ ഓടിക്കുമ്പോൾ നമുക്ക് ഇരുന്ന് ഓടിക്കുകയാണെന്നുണ്ടെങ്കിൽ ചെറിയൊരു അടിപ്പുണ്ട്. സ്റ്റിൽ ഓക്കെ. ഫ്ലാറ്റ് റോഡുകളിൽ കംഫർട്ടബിൾ ആയിരിക്കും. നോർമൽ റോഡ് ഗട്ടറൊക്കെ ഉള്ളിടത്തൂടെ ഓടിക്കുമ്പം ചെറിയൊരു അടിപ്പ് പുറകിൽ കൂടെ വരും. കാരണം സസ്പെൻഷൻ കുറച്ച് കട്ടിയുള്ള ടൈപ്പിലാണ്. പ്രീലോഡ് നിങ്ങൾക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. സ്റ്റിൽ എന്തായിരുന്നാലും പെർഫോമൻസിൻ്റെ കാര്യത്തിൽ ഒട്ടും ആരെയും നിരാശപ്പെടുത്തത്തില്ല ഈ ഒരു വണ്ടി. അപ്പോൾ ഈ വണ്ടിയെ പറ്റിയുള്ള അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. വർത്താണോ ഇല്ലയെന്നുള്ളത് നിങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുക. നിങ്ങൾ KTM 390 അഡ്വഞ്ചർ പഴയ മോഡലുകളുടെ ഓണേഴ്സ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. നിങ്ങൾക്ക് പ്ലസ് ആൻഡ് മൈനസ് ഒക്കെ ഉള്ളത് കമൻറ്റ് ചെയ്യാം. മറ്റുള്ളവർക്കത് യൂസ്ഫുൾ ആയിരിക്കും. നല്ല ടോർക്കുണ്ട് കേട്ടോ. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വളരെ ലോ സ്പീഡിൽ പോയിട്ട് കൈ കൊടുത്തു കഴിഞ്ഞാൽ വണ്ടി വലിച്ചു കയറുന്നുണ്ട്. കണ്ടോ? പിന്നെ ഇതൊരു ഇനീഷ്യൽ ഇംപ്രഷൻ റൈഡ് മാത്രമായിട്ട് കാണുക. ഇതൊരു ഡീപ്പായിട്ടുള്ള റൈഡ് റിവ്യൂ അല്ല. കാരണം ഓൾറെഡി നമ്മൾ 399cc ഉള്ള ADV ബൈക്കിനെ വെച്ചിട്ട് നല്ലൊരു ഇൻഡെപ്ത് റിവ്യൂ ചെയ്തായിരുന്നു. സോ അത് നമ്മുടെ ചാനൽ ഓൾറെഡി അപ്ലോഡ് ആക്കിയിട്ടുണ്ട്. താല്പര്യമുണ്ടെങ്കിൽ കാണാം. കൂടുതൽ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് ഏകദേശം വണ്ടിയെ പറ്റിയുള്ളൊരു ക്യാരക്ടർ മനസ്സിലാക്കാൻ ആ വീഡിയോ യൂസ്ഫുൾ ആവും. ഇത് 399cc നിന്ന് 350ലേക്ക് വന്നപ്പോൾ ഉള്ള ചെറിയ ഒരു മാറ്റം എന്താണെന്നുള്ളത് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. സോ എന്താണ് KTM 390 അഡ്വഞ്ചർ 2026 എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ അത്യാവശ്യം ലോങ് ഡിസ്റ്റൻസ് ടൂറിങ്ങും ഓഫ് റോഡിങ്ങും വർത്തായിട്ടുള്ള ഒരു പ്രൈസിങ്ങിലും ആക്സസബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിങ്ങും കൊടുത്തിട്ടുള്ള ഒരു കിടിലൻ അഡ്വഞ്ചർ ബൈക്കാണ് KTM 390 അഡ്വഞ്ചർ
2026. അപ്പം ഈ വീഡിയോ നമുക്കിവിടെ വൈൻഡപ്പ് ചെയ്യാം. വീഡിയോ യൂസ്ഫുൾ ആയെന്ന് വിചാരിക്കുന്നു. യൂസ്ഫുൾ ആയെങ്കിൽ കട്ട സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. എനിക്ക് പിടിക്കാനുള്ള എല്ലാ ബട്ടൺസും വീഡിയോയുടെ താഴെ അവിടെ പിടിക്കാറുണ്ട്. അത് നിങ്ങളുടെ രംഗിതം പോലെ ചെയ്തേക്കുക. അപ്പോൾ അടുത്തൊരു കിടു വീഡിയോയുമായി വരുന്നത് വരെ ടേക്ക് കെയർ, ബൈ. കണ്ടില്ലേ, പെർഫോമൻസ് ഒരു വിഷയമില്ല.